കണ്ണൂരിൽ ചോദ്യപേപ്പറിൽ ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതി 9ാം ക്ലാസ് വിദ്യാർത്ഥി. പാദവാർഷിക പരീക്ഷയിലെ സാമൂഹ്യശാസ്ത്രം ചോദ്യക്കടലാസിന്റെ 1ാം പേജിലാണ് ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതിയത്. സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മിഥുൻ പിള്ളയിലേക്ക്. മിഥുൻ, ഒരു ഭാഗത്ത് ഇത്തരം തീവ്രവാദ ആശയങ്ങൾ വളരെ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം, അത് കുട്ടികൾ എന്നോ മുതിർന്നവരെന്നോ വേർതിരിവില്ലാതെ തന്നെ ഒരുപക്ഷെ കുട്ടികളെ കേന്ദ്രീകരിച്ച് തന്നെ അവർ മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. മറുഭാഗത്ത് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടുന്ന ഭരണകൂടം ഇത് കണ്ടില്ല എന്ന് നടിക്കുകയും പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പ്രീണന സ്വഭാവത്തിന്റെ ഫലമായി ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി കൂടി വച്ചു പുലർത്തുകയും ചെയ്യുന്നു. ഇത് രണ്ടും കൂടിയാകുമ്പോഴല്ലേ കേരളം ഇത്തരമുള്ള ചില സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്? രോഹിണി, ഒരു ഭീകരമായൊരു സാഹചര്യം തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പ്രായത്തിൽ കൂടി അല്ലെങ്കിൽ പക്വമതിയായ ഒരു വ്യക്തിയുടെ ചോദ്യപേപ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് വെറും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സ്വാഭാവികമായും ബുദ്ധിവികാസം വന്ന് തുടങ്ങുന്ന ഒരു പ്രായമാണ്. ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഒരു അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ ഒരു ഭീകരവാദ സംഘടനയുടെ പേരുകൾ ഇങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കുന്നത്? അത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്. സംഭവത്തിൽ ഈ പോലീസും രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കം ഈ സംഭവത്തിൽ ഇടപെടാനുള്ള പ്രധാനപ്പെട്ട കാരണവുമാണ്. മാത്രമല്ല, നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ഈ തീവ്രവാദ പ്രചരണങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതാണ്. മാത്രമല്ല, ചില വ്യക്തികളും ഇതിന് പിന്നിലുണ്ട് എന്ന് കണ്ടെത്തുകയൊക്കെ തന്നെ ചെയ്തതാണ്. വ്യക്തികളും സംഘടനകളും സാമൂഹ്യ മാധ്യമത്തിലൂടെയൊക്കെ തന്നെ ഈ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രചരണത്തിൽ ഈ കുട്ടി പെട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വാധീനത്തിൽ കുട്ടി വീണ് പോയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ സംശയം നിലനിൽക്കുന്നുണ്ട്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടത് കൃത്യമായി പോലീസ് അന്വേഷണം നടത്തി ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ഈ ഉത്തരവാദികൾ, കുട്ടികളിലേക്ക് ഇത്തരത്തിൽ വിഷം കുത്തിവെക്കുന്നത് ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനമാണ്. ആ ഭരണ സംവിധാനത്തിന്റെ നടപടികൾ അവർ കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ കൃത്യമായൊരു മറുപടി ലഭിക്കുന്നതായിരിക്കും. എന്നാൽ അതിൽ ഇടപെടേണ്ടത് ഭരണ സംവിധാനം തന്നെയാണ്. എന്തായാലും ഇതൊരു ഞെട്ടിക്കുന്ന വസ്തുതയാണ് എന്ന കാലത്ത് യാതൊരു തർക്കവുമില്ല. അത് 9ാം ക്ലാസ്സുകാരന്റെ ചോദ്യപേപ്പറിൽ 9ാം ക്ലാസ്സുകാരൻ തന്റെ പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഭീകര സംഘടനകളുടെ പേര് എഴുതി വെക്കുന്നു. അതും ഒരു സ്പെല്ലിംഗ് പോലും തെറ്റാതെ, ഒരു അക്ഷരം പോലും തെറ്റാതെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഏവരെയും ഞെട്ടിക്കുന്ന ഒരു വസ്തുത. ഇത് വരും കാലത്തിൽ ഇതിനെതിരെയുള്ള പ്രതിരോധ നടപടികളടക്കം ശക്തമായി വേണം എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു സംഭവം കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രോഹിണി. അതെ, അത് മാത്രമല്ല മിഥുൻ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു സാമൂഹിക അന്തരീക്ഷം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഫലമായി പലപ്പോഴും ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ പ്രചരണങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ഇതിലേക്കൊക്കെ വഴിതെളിക്കുന്നത് എന്നുള്ളത്. അതുമാത്രമല്ല, ഈ കുട്ടിയുടെ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല അധ്യാപകരുടെയും പെരുമാറ്റം നമ്മൾ നേരത്തെ മുതൽ തന്നെ പലപ്പോഴും ചർച്ചയ്ക്കെടുത്ത വിഷയമാണ്. അവരിലും ഇതേ മനോഭാവം വച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഓണം ആഘോഷിക്കേണ്ടത് ഒരു പ്രത്യേക വിഭാഗമാണ് എന്നു പറഞ്ഞ് കുട്ടികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച ചില അധ്യാപകർ വരെയുള്ള നമ്മുടെ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവം വളരെ ചെറുപ്രായത്തിലെ വച്ചു പുലർത്തുന്ന കുട്ടികളുണ്ട് എന്നുള്ളത്. അവരെ മാത്രം പഴി പറയേണ്ടതല്ല, കാരണം ഇതിൽ കൃത്യമായ ഇടപെടൽ മുതിർന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു നേർസാക്ഷ്യമാകുകയല്ലേ? അവരെ കണ്ടാണല്ലോ സ്വാഭാവികമായും കുട്ടികൾ പഠിക്കുക. അപ്പം ഇത്തരക്കാരുടെ അല്ലെങ്കിൽ ഇത്തരം നിലപാട് പുലർത്തുന്ന ആളുകളുടെ വാക്കുകൾ കുട്ടികളെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ ഇടയായിട്ടുണ്ടോ എന്നൊരു കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു കുട്ടിയുടെ മാത്രം കേസാണോ? മറ്റു കുട്ടികൾ ഇത്തരത്തിൽ ഈ ഒരു കുട്ടി ഇത് പരസ്യമായി ചോദ്യപേപ്പറിൽ എഴുതുന്നതുകൊണ്ട് അത് പുറത്തറിഞ്ഞു. പക്ഷേ ഇതേ ചിന്താഗതി വെച്ച് പുലർത്തുന്ന മറ്റു കുട്ടികളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ ആവശ്യമാണ്. കാരണം ഈ പ്രായത്തിൽ തിരുത്തിയില്ലെങ്കിൽ തിരുത്താൻ കഴിയാത്ത തെറ്റുകളിലേക്ക് കുഞ്ഞുങ്ങൾ വന്നു വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത്തരം മാനസിക ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകളെ, അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുമായി അല്ലെങ്കിൽ സംഘടനകളുടെ കാര്യങ്ങളിൽ തൽപരരായി അതിന്റെ പേര് എഴുതി വെക്കുന്ന സാഹചര്യത്തിലേക്ക് കുട്ടികൾ പോകുന്ന വലിയ അപകടകരമായ സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം കെണിയിൽ വീണുപോയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടതെന്നൊരു കാര്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങളടക്കം കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുതിർന്ന ആളുകളുടെ വാക്കും പ്രവൃത്തിയും ഒക്കെയാണ് കുഞ്ഞുങ്ങൾ മാതൃകയാക്കാറുള്ളത്.
അപ്പോൾ മുതിർന്നവരെ നിലയ്ക്ക് നിർത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്തരം ചിന്താഗതികൾ പുലർത്തുന്ന മുതിർന്നവരെ നിലയ്ക്ക് നിർത്തിയാൽ മാത്രമേ കുഞ്ഞുങ്ങൾ നേർവഴിക്ക് നടക്കുകയുള്ളൂ എന്നൊരു കാര്യം കൂടി ഉണ്ട് രോഹിണി. ശരി മിഥുൻ, കണ്ണൂരിൽ ചോദ്യപേപ്പറിലാണ് ഇത്തരത്തിൽ ഭീകര സംഘടനകളുടെ പേരുകൾ എഴുതിയിരിക്കുന്നത്. ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി പാദവാർഷിക പരീക്ഷയിലെ സാമൂഹ്യശാസ്ത്രം ചോദ്യക്കടലാസിന്റെ 1ാം പേജിലാണ് ഇത്തരത്തിൽ ഭീകര സംഘടനകളുടെ പേരും അവരുടെ ചിത്രങ്ങളുമൊക്കെ വളരെ കൃത്യമായി തന്നെ ഈ കുട്ടി എഴുതി ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ സംഭവത്തിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം പ്രാഥമികമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഥുൻ പിള്ളയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.